ഹലോ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൈമാ റൈസ് കൊണ്ട് ഒരു പായസം ഉണ്ടാക്കാനാണ് കേട്ടോ. കൈമാ റൈസ് കഴുകി അണ്ടിപ്പരിപ്പ് കഴുകി മിക്സിയിൽ തരിതരിപ്പായി അടിച്ചെടുത്തിട്ട് വേണം പാലൊഴിച്ചിട്ട് പായസം ഉണ്ടാക്കാൻ. അരിയും അണ്ടിപ്പരിപ്പും ഞാൻ തരിതരിപ്പായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ചിട്ട് ഇതിലേക്ക് ഇടാം. ഇതല്ലാതെ ഇട്ടിട്ട് നന്നായി ഇളക്കി വേവിക്കും. ഇനി തിളച്ച് വേവട്ടെ. പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട് അരിയും. ഇനി നമ്മൾക്ക് ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് കുറുകിയതിൻ്റെ ശേഷം ബാക്കിയുള്ള പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഓഫാക്കാം. പായസം നന്നായി കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി കുറുകിയുണ്ട്. ഇതിൽ ഞാനൊരു നുള്ളുപ്പ് ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കുക. ഈ പശുവും പാലിലാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലിലും ഉണ്ടാക്കുക, പക്ഷേ തേങ്ങാപ്പാലിനെക്കാട്ടിയൊക്കെ ടേസ്റ്റ് പശുവും പാലിലാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കും. പരിപ്പും അരിയും നന്നായി തരിതരിപ്പായി പൊടിഞ്ഞ് നന്നായി വെന്തുണ്ട്. കണ്ടില്ലേ, തരിതരിപ്പായിട്ട് നല്ല ടേസ്റ്റാണ് ഈ പായസം കുടിക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബദാം പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.